നിശബ്ദമായ ആ രാത്രിയിൽ ചക്രവർത്തിയുടെ പള്ളിയറയിലേക്ക് ഒരു അജ്ഞാതൻ കയറുന്നു. ചക്രവർത്തി ഉറങ്ങുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം അയാൾ പുറത്തിറങ്ങി. നിമിഷങ്ങൾക്കകം കൊട്ടാരത്തിന്റെ തെക്ക് ഭാഗം അഗ്നി വിഴുങ്ങിത്തുടങ്ങി. ഉറക്കത്തിൽ നിന്നും ഉണർന്ന ചക്രവർത്തി ഞെട്ടി. ആദ്യമൊന്നും പകച്ചെങ്കിലും തന്റെ മനോബലം വീണ്ടെടുത്ത് അയാൾ പുറത്തു കടന്നു. അപ്പോൾ കാണുന്നത് ആളിപ്പടരുന്ന തീയുടെ പശ്ചാത്തലത്തിൽ കയ്യിൽ എരിയുന്ന പന്തവുമായി നിൽക്കുന്ന തന്റെ ആചാര്യനെയാണ്. ആചാര്യന്റെ മുഖത്തപ്പോൾ ഒരു ചിരിയുണ്ടായിരുന്നു. രാജ്യം നിയന്ത്രിക്കാൻ വിധിക്കപ്പെട്ട ഒരു ഭരണാധികാരിക്ക് ഉറക്കം ഒരു ആർഭാടമാണ് ചന്ദ്രഗുപ്ത. അയാൾ മറ്റാരുമായിരുന്നില്ല, വാക്കുകൾ കൊണ്ട് യുദ്ധം ജയിച്ച രാജാക്കന്മാരെ സൃഷ്ടിക്കുകയും ഒരു മഹാസാമ്രാജ്യത്തെ തന്റെ കാൽ കീഴിൽ നിർത്തുകയും ചെയ്ത ലോകം കണ്ട ഏറ്റവും വലിയ രാജശില്പി ചാണക്യൻ. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സൈബർ സെക്യൂരിറ്റി ഓഫീസ്. പാതിരാത്രി സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ശബ്ദങ്ങൾ മാത്രം. $1 ബില്യൺ വിലമതിക്കുന്ന ഡാറ്റകൾ സംരക്ഷിക്കപ്പെടുന്ന ആ ഓഫീസിലെ എംപ്ലോയീസ് എല്ലാവരും വളരെ റിലാക്സ്ഡ് ആണ്. 2 പേർ ഡെസ്കിലേക്ക് ചാരി നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് സോക്ക് മോണിറ്ററിംഗ് സിസ്റ്റങ്ങളിൽ അസാധാരണമായി നെറ്റ്വർക്ക് ട്രാഫിക് ഉയരുന്നത് അനലിസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. സ്ഥിതിഗതികളുടെ ഗൗരവം മനസ്സിലാക്കിയ അയാൾ വേഗം ലാൻഡ് ലൈനിൽ നിന്ന് തന്റെ സൂപ്പർവൈസറെ വിളിക്കുന്നു. സർ, നമ്മുടെ എല്ലാ വെബ്സൈറ്റുകളിലേക്കും അൺയൂഷ്വൽ ട്രാഫിക് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഫയർവാൾ കോംപ്രമൈസ്ഡ് ആയി എന്നാണ് തോന്നുന്നത്. അയാൾ പേടിയോടെ പറഞ്ഞു. വേഗം IRP സ്റ്റാർട്ട് ചെയ്യുക. ഈ അറ്റാക്ക് കണ്ടെയ്ൻ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയ എല്ലാ ടീമുകളെയും പെട്ടെന്ന് തന്നെ വിളിക്കുക. പരിഭ്രാന്തിയോടെ അയാൾ പറഞ്ഞു. ശാന്തമായി കിടന്നിരുന്ന ആ റൂം ഒറ്റ നിമിഷം കൊണ്ട് ഒരു യുദ്ധഭൂമിക്ക് സമാനമായി മാറി. ഒരു നിമിഷത്തിന് കോടികളുടെ വിലയുള്ളതുപോലെ അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഒടുവിൽ അരമണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവർ വിജയം കണ്ടു. കണ്ണിൽ ഇരുട്ട് കയറിയ പോലെ എല്ലാവരും തളർന്ന് കസേരകളിലേക്ക് വീണു. ആ നിശബ്ദതയുടെ ഇടയിലേക്ക് കമ്പനിയുടെ CEO കയറി വന്നു. പതിവില്ലാതെ ആ സമയത്ത് CEOയെ അവിടെ കണ്ട എല്ലാവരും ഞെട്ടി. CEO ചോദിച്ചു, വാട്ട് ഹാപ്പൻ? എന്താ ഇവിടെ നടന്നത്? ടീം ലീഡർ വിക്കി പറഞ്ഞു. സർ, അത് പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്നൊരു പിടിയുമില്ല. അയാളുടെ വാക്കുകൾ കേട്ട് CEO ഭാവമാറ്റമില്ലാതെ പറഞ്ഞു. ഓ, നിങ്ങൾക്ക് ഇപ്പോഴും ഒന്നും പിടികിട്ടിയില്ല അല്ലേ? അതിന് മറുപടി ആരും പറഞ്ഞില്ല. പിടികിട്ടില്ല, കാരണം സിസ്റ്റം ഹാക്ക് ചെയ്തത് നമ്മൾക്കുള്ളിലെ ഒരാളാണ്, ഈ ഞാൻ. അത് കേട്ടതും അവിടെ നിന്നവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. CEO അവരുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തിൽ പറഞ്ഞു തുടങ്ങി. വലിയൊരു സാമ്രാജ്യമാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്. വിലമതിക്കാനാവാത്ത ഡാറ്റ. അവിടെ അലസതയ്ക്ക് സ്ഥാനമില്ല. ഏത് പാതിരാത്രിയിലും നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കണം, തലച്ചോറ് ഉണർന്നിരിക്കണം, അല്ലെങ്കിൽ ഈ പണി കളഞ്ഞിട്ട് പോകുന്നതാണ് നല്ലത്. ചാണക്യൻ തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തന് കൊടുത്ത അതേ പരീക്ഷണമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തന്നത്. ഒരു നിമിഷം അവിടെ കനത്ത നിശബ്ദത പരന്നു. ആർക്കും ഒന്നും മിണ്ടാനായില്ല. പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ച് ഒരാൾ വളരെ ഇന്നസെന്റ് ആയി പിന്നിൽ നിന്നും ചോദിച്ചു, സർ, ആരാണ് ഈ ചാണക്യൻ? ഗംഗാതീരത്ത് ഉദയം ചെയ്ത് ഒരു കൊടുങ്കാറ്റ് പോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സിംഹഭാഗവും അടക്കി ഭരിച്ചിരുന്ന മഹാസാമ്രാജ്യം. ചന്ദ്രഗുപ്ത മൗര്യൻ, ബിംബിസാരൻ, അശോക ചക്രവർത്തി തുടങ്ങിയ പ്രഗത്ഭരായ ഭരണാധികാരികളുടെ കീഴിൽ സുവർണകാലം കണ്ട മണ്ണ് മഗധ. വിഷ്ണുഗുപ്തന്റെ ജാതകം വെച്ച് നോക്കിയിട്ട് ഇതൊരു സാധാരണ കുട്ടിയാണെന്ന് തോന്നണില്ല. അവന്റെ വായിലെ ജന്മനാ കിട്ടിയ വിശേഷപ്പെട്ട ആ പല്ല് രാജയോഗത്തിന്റെ ലക്ഷണമാണ്. നാളെ അവൻ സർവാധികാരങ്ങളുള്ള ഒരു രാജാവാകും. മുറ്റത്തെ പായയിലിരുന്ന് താളിയോലകൾ മറിച്ചു നോക്കി ഗൗരവത്തിൽ ജ്യോത്സ്യൻ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മറപ്പടിയിൽ നിന്നിരുന്ന ആ അമ്മയുടെ നെഞ്ചൊന്നു പിടഞ്ഞു. അധികാരത്തിന്റെ ലഹരിയിൽ സ്നേഹബന്ധങ്ങൾ മറക്കുന്ന ഒരു ഏകാധിപതിയായി തന്റെ മകൻ മാറുമോ എന്ന ഭയം അവരെ വല്ലാതെ വേട്ടയാടി. അന്നത്തെ രാത്രി പുറത്ത് മഴ തിമിർത്ത് പെയ്യുന്നു. പക്ഷെ മഴയുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ ആ വീടിനുള്ളിൽ ഒരു കരച്ചിലുയർന്നു. മൺവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ വിഷ്ണുഗുപ്തന്റെ അമ്മ പൊട്ടിക്കരയുകയായിരുന്നു. പെട്ടെന്നാണ് ഉറക്കത്തിൽ നിന്ന് ആ കുഞ്ഞുണരുന്നത്. കണ്ണുനീർ തുടയ്ക്കുന്ന അമ്മയെ കണ്ട് അവൻ പതിയെ ചോദിച്ചു, അമ്മ എന്തിനാ കരയുന്നേ? അവനെ നെഞ്ചോട് ചേർത്ത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവർ പറഞ്ഞു, മോനെ, നീ വലുതാവുമ്പോൾ വലിയൊരു രാജാവാകുമെന്നാ ജ്യോത്സ്യൻ പറഞ്ഞത്. സർവ്വ അധികാരങ്ങളുള്ള ഒരു രാജാവ്. പക്ഷേ അധികാരം മനുഷ്യനെ അന്ധനാക്കും. സ്നേഹവും ദയയും ഇല്ലാത്ത ഒരു ക്രൂരനായി നീ മാറുന്നത് കാണാൻ ഈ അമ്മയ്ക്ക് വയ്യ. പിന്നെ നീ ഈ അമ്മയെ തിരിഞ്ഞു പോലും നോക്കില്ല. ആ വാക്കുകൾ ആ കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുകുലുക്കി. എന്റെ അമ്മയുടെ കണ്ണുനീരിന് കാരണമായത് ഞാൻ നാളെ ധരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന കിരീടമാണെങ്കിൽ ആ കിരീടം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവൻ ഇരുട്ടിലേക്ക് നടന്നു. മഴയത്ത് കിടന്നിരുന്ന ഒരു കരിക്കല്ല് കയ്യിലെടുത്തു.
തൻ്റെ രാജയോഗത്തിന്റെ അടയാളമായ ആ പല്ലിലേക്ക് അവൻ കല്ലുകൊണ്ട് ആഞ്ഞടിച്ചു. വായിൽ നിന്നും ചോരയൊലിച്ചിറങ്ങുമ്പോഴും വേദന കടിച്ചു പിടിച്ച് അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു, ഇനി അമ്മ കരയേണ്ട, ആ പ്രവചനം ഞാൻ തിരുത്തി. രാജാവാകാനുള്ള പല്ലുകൾ ഞാൻ അടിച്ചു കൊഴിച്ചു. ഞാൻ ഒരിക്കലും ഒരു രാജാവാകില്ല. അമ്മ തൻ്റെ മകനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ചരിത്രത്തിന്റെ മാറ്റിയെഴുതലായിരുന്നു ആ രാത്രി അവിടെ നടന്നത്. കിരീടം വേണ്ടെന്ന് വെച്ചവൻ പിന്നീട് രാജാക്കന്മാരെ സൃഷ്ടിക്കുന്നവനായി മാറി. സിംഹാസനത്തിന്റെയോ അധികാരത്തിന്റെയോ യാതൊരു കെട്ടുപാടുകളുമില്ലാതെ സ്വന്തം ബുദ്ധിശക്തി കൊണ്ട് മാത്രം സാമ്രാജ്യങ്ങളെ വിറപ്പിച്ച ചാണക്യൻ എന്ന കിങ് മേക്കറുടെ ജനനം അവിടെ തുടങ്ങുകയായിരുന്നു. ചാണക്യനെ ചാണക്യനാക്കിയ ആ സർവകലാശാല തക്ഷശില ലോകത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും പഴക്കമുള്ള സർവകലാശാലകളിൽ ഒന്ന്. ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു ഇത് സ്ഥിതി ചെയ്തിരുന്നത്. ദിവസങ്ങൾ നീണ്ട കഠിനമായ യാത്രയ്ക്കൊടുവിൽ കാടും മേടും പൊടിപിടിച്ച വഴികളും താണ്ടി ചാണക്യൻ തക്ഷശിലയുടെ മഹാകവാടത്തിന് മുന്നിലെത്തി. ആ നിമിഷം അവന്റെ കണ്ണുകൾ വിസ്മയം കൊണ്ട് വിടർന്നു. അവൻ മനസ്സിൽ ചിന്തിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് വലുതായിരുന്നു അവന്റെ മുന്നിലുണ്ടായിരുന്ന തക്ഷശില എന്ന യാഥാർത്ഥ്യം. ആകാശം തൊട്ടു നിൽക്കുന്ന കൂറ്റൻ കൽമണ്ഡപങ്ങൾ, വിശാലമായ അങ്കണങ്ങൾ, കൊത്തുപണികൾ നിറഞ്ഞ പ്രൗഢഗംഭീരമായ കെട്ടിടങ്ങൾ. അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാനായി എത്തിയിരുന്നു. വേദങ്ങൾ, വൈദ്യശാസ്ത്രം, ഗണിതം, യുദ്ധതന്ത്രങ്ങൾ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ അന്ന് അവിടെ പഠിപ്പിച്ചിരുന്നു. ഒരു വശത്തു നിന്ന് ഉയർന്നു കേൾക്കുന്ന വേദമന്ത്രങ്ങളുടെ മാറ്റൊലികൾ, മറുവശത്ത് രാഷ്ട്രതന്ത്രങ്ങളെക്കുറിച്ചും ഗണിതത്തെക്കുറിച്ചുമുള്ള ഗൗരവമേറിയ ചർച്ചകൾ. വാൾപ്പയറ്റും അമ്പെയ്ത്തും പരിശീലിക്കുന്ന യോദ്ധാക്കൾ വേറൊരു വശത്ത്. ആകാശത്തോളം പോന്ന ആ വലിയ വിജ്ഞാന സാഗരത്തിന് മുന്നിൽ താൻ എത്ര ചെറുതാണെന്ന് അവനൊരു നിമിഷം തോന്നിപ്പോയി. ചാണക്യന്റെ തക്ഷശിലയിലെ സംഭവബഹുലമായ ജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു. ഒരു ദിവസം തക്ഷശിലയുടെ വിശാലമായ അങ്കണത്തിലെ ഒരു സദസ്സിൽ ഗൗരവമേറിയൊരു വാദപ്രതിവാദം നടക്കുകയായിരുന്നു. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ്? ഒരു പണ്ഡിതൻ ചോദിച്ചു. ഖജനാവിലെ സ്വർണവും സമ്പത്തുമാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി, ഒരു പണ്ഡിതൻ പറഞ്ഞു. ഒരിക്കലുമല്ല, സുസജ്ജവും ശക്തവുമായ ഒരു സൈന്യമാണ് രാജ്യത്തിന്റെ കരുത്ത്, വേറൊരാൾ പറഞ്ഞു. പണ്ഡിതന്മാർ തമ്മിലുള്ള ചർച്ച കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് സദസ്സിന്റെ ഒരു കോണിൽ നിന്നും മെലിഞ്ഞ ആ യുവാവ് എഴുന്നേറ്റ് നിന്നു. ചാണക്യൻ തന്റെ ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞു, ബഹുമാന്യരായ ഗുരുക്കന്മാരെ, ക്ഷമിക്കണം. നിങ്ങൾ ഈ പറയുന്ന സ്വർണവും സൈന്യവുമെല്ലാം എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്നവയാണ്. അവ ആർക്കും എളുപ്പത്തിൽ മോഷ്ടിക്കാനോ ഇല്ലാതാക്കാനോ കഴിയും. അതുകൊണ്ട് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇതൊന്നുമല്ല. അത് ഒരിക്കലും പിന്മാറാത്ത നിശ്ചയദാർഢ്യമുള്ള ഒരു രാജാവിന്റെ മനസ്സാണ്. സദസ്സ് ഒന്നാകെ ആശ്ചര്യപ്പെട്ടു. ചാണക്യൻ തുടർന്നു, നിങ്ങൾ ഒന്നോർക്കുക, കേവലം മരവും കല്ലും കൊണ്ടാണ് അധികാരത്തിന്റെ സിംഹാസനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ അതിനെ താങ്ങി നിർത്തുന്നതും വലിച്ചു താഴെയിടുന്നതും ഒരു തന്ത്രശാലിയുടെ തലച്ചോറാണ്. ആ വാക്കുകൾ കേട്ട് സദസ്സ് ഒന്നടങ്കം സ്തംഭിച്ചുപോയി. അതുവരെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പരമ്പരാഗത വിശ്വാസങ്ങളെയും ഒറ്റയടിക്ക് ചോദ്യം ചെയ്യുകയായിരുന്നു ആ വിദ്യാർത്ഥി. അത്രയും മുതിർന്ന ഗുരുക്കന്മാരെ തിരുത്താൻ കാണിച്ച ആ ധൈര്യം പലരിലും ദേഷ്യവും അമ്പരപ്പും ഉണ്ടാക്കി. എങ്കിലും ചാണക്യന്റെ വാക്കുകളിലെ മൂർച്ചയും സത്യവും ആർക്കും നിഷേധിക്കാൻ കഴിയുമായിരുന്നില്ല. അസാധാരണമായ ആ തന്ത്രജ്ഞന്റെ ബുദ്ധിശക്തി തക്ഷശില ശരിക്കും തിരിച്ചറിഞ്ഞ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. വെറുമൊരു വിദ്യാർത്ഥിയായി പഠനം പൂർത്തിയാക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. അതേ സർവകലാശാലയിൽ തന്നെ രാഷ്ട്രതന്ത്രത്തിന്റെയും സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ആചാര്യനായി അദ്ദേഹം നിയമിതനായി. ഒടുവിൽ ചാണക്യൻ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ സ്വന്തം അമ്മയുടെ നില കണ്ട് ചാണക്യന്റെ കണ്ണ് നിറഞ്ഞുപോയി. അത്രയ്ക്കും ദാരിദ്ര്യത്തിൽ കഴിയുകയായിരുന്നു ആ സ്ത്രീ. പക്ഷേ ദാരിദ്ര്യത്തിൽ ഞെരിഞ്ഞമർന്നപ്പോഴും ആ അമ്മ തന്റെ കഷ്ടപ്പാടുകൾ മകനെ അറിയിച്ചിരുന്നില്ല. ഇനി എന്തു ചെയ്യുമെന്നുള്ള ആശങ്കയായിരുന്നു ചാണക്യന്റെ മുഖത്ത്. അത് തിരിച്ചറിഞ്ഞ അമ്മ പറഞ്ഞു, മഗധ രാജ്യത്തെ ധനനന്ദ രാജാവ് ബ്രാഹ്മണ പണ്ഡിതർക്ക് ദാനം നടത്തുന്നുണ്ട് എന്ന് കേട്ടു. നീ ഒന്ന് അവിടെ വരെ പോയി വരും, ചിലപ്പോൾ അദ്ദേഹം സഹായിച്ചാലോ. അമ്മ പറഞ്ഞു. അയാൾ ഒരു അഹങ്കാരിയും ദുഷ്ടനുമാണെന്നാണല്ലോ കേൾക്കുന്നത് അമ്മേ. ചാണക്യൻ തന്റെ സംശയം പറഞ്ഞു. നീ ശാസ്ത്രം പഠിച്ചവനല്ലേ, തെളിവുകളില്ലാത്ത വാക്ക് അസത്യത്തിന് തുല്യമാണെന്ന് നിനക്കറിയില്ലേ? നീ എന്തായാലും പോയി നോക്കൂ. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ ചാണക്യൻ ധനനന്ദ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ ഉറപ്പിച്ചു. പിറ്റേന്ന് വെളുപ്പാൻ കാലം ഉറങ്ങിക്കിടക്കുന്ന അമ്മയുടെ കാലുകൾ തൊട്ടു വണങ്ങി ചാണക്യൻ മഗധ രാജ്യം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഗംഗാതീരത്തെ മഗധയുടെ തലസ്ഥാനം പാടലീപുത്രം. സമ്പൽ സമൃദ്ധി നിറഞ്ഞ ആ മഹാനഗരത്തിന്റെ നെഞ്ചിലായി തല ഉയർത്തി നിൽക്കുന്ന ഇതിഹാസ തുല്യമായ നന്ദരാജ കൊട്ടാരം. അതിവിശിഷ്ടമായ കൊത്തുപണികൾ നിറഞ്ഞ കൂറ്റൻ മരത്തൂണുകളും സ്വർണത്തിൽ തീർത്ത മേൽക്കൂരകളും നമ്മളെ കണ്ണഞ്ചിപ്പിക്കും. അനന്തമായി നീളുന്ന ഇടനാഴികളിൽ
ആയിരക്കണക്കിന് പന്തങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നു. അസ്തമയ സൂര്യന്റെ ശോഭയിൽ കൊട്ടാരം തിളങ്ങി നിന്നു. അവിടെ വലിയൊരു ദാനശാലയും പണ്ഡിത സഭയും നടക്കുകയാണ്. സ്വർണ്ണപ്പണികൾ ചെയ്ത തൂണുകളും വിലപിടിപ്പുള്ള പട്ടുതുണികളും കൊണ്ട് അലങ്കരിച്ച ആ മണ്ഡപത്തിൽ ഗംഭീരമായ വസ്ത്രങ്ങൾ അണിഞ്ഞ മന്ത്രിമുഖ്യന്മാരും ബ്രാഹ്മണ ശ്രേഷ്ഠരും ഇരിക്കുന്നു. അവിടേക്ക് പഴകി ദ്രവിച്ച വസ്ത്രം ധരിച്ച ഒരാൾ കടന്നു വന്നു. ചാണക്യൻ. ആളുകൾ അയാളെ അവജ്ഞയോടെ നോക്കാൻ തുടങ്ങി. ഇത്രയും വിശിഷ്ടമായൊരു സഭയിൽ ഒരു ഭിക്ഷക്കാരനെ പോലെ തോന്നിക്കുന്ന ഒരാൾ വന്നിരിക്കുന്നു. ആളുകൾ അടക്കം പറഞ്ഞു. പക്ഷെ ഇതൊന്നും ചാണക്യൻ കേട്ടിരുന്നില്ല. കൊട്ടാരത്തിന്റെ പ്രൗഢിയിലൊന്നും ഒട്ടും ഭ്രമിക്കാത്ത അദ്ദേഹം സഭയിലെ പണ്ഡിതന്മാർക്കിടയിലൂടെ ശാന്തനായി നടന്നു നീങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ സദസ്സിന്റെ മുൻനിരയിലുള്ള ഇരിപ്പിടങ്ങളിൽ ഒന്നിലുടക്കി. രാജ്യത്തെ ഏറ്റവും മികച്ച പണ്ഡിതന്മാർക്കിരിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർണം പൊതിഞ്ഞ പ്രധാനപ്പെട്ട ഇരിപ്പിടങ്ങളിൽ ഒന്നായിരുന്നു അത്. തന്റെ അറിവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് മറ്റാരെയും വകവെക്കാതെ ചാണക്യൻ നേരെ ചെന്ന് അതിലിരുന്നു. ഇതുകൊണ്ട് അവിടെ കൂടിയിരുന്ന മറ്റാളുകൾ അമ്പരപ്പോടെ പരസ്പരം നോക്കി. മഹാരാജാവ് എഴുന്നള്ളുന്നു! പെട്ടെന്ന് ധനനന്ദ മഹാരാജാവിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള കാഹളം സഭയിൽ മുഴങ്ങി. അഹങ്കാരവും അധികാരവും തലക്കി പിടിച്ച് ധനനന്ദൻ സദസ്സിലേക്ക് കടന്നു വന്നു. സിംഹാസനത്തിലേക്ക് നടക്കാൻ തുടങ്ങിയ രാജാവിന്റെ കണ്ണുകൾ പെട്ടെന്ന് സദസ്സിലെ ആ പ്രധാന ഇരിപ്പിടത്തിലുടക്കി. അവിടെ ഇരിക്കുന്ന ആളെ കണ്ടതും രാജാവിന്റെ മുഖം ചുളിഞ്ഞു. മെലിഞ്ഞ് പഴകിയ വസ്ത്രം ധരിച്ച് കാഴ്ചയിൽ യാതൊരു ആകർഷണവുമില്ലാത്ത ആ മനുഷ്യനെ കണ്ടപ്പോൾ ധനനന്ദൻ പുച്ഛത്തോടെ ചോദിച്ചു, ആരാണ് നീ? എന്റെ സഭയിലെ ഇരിപ്പിടത്തിൽ വന്നിരിക്കാൻ തക്കവണ്ണം എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ധനനന്ദന്റെ ചോദ്യത്തിലെ ധാർഷ്ട്യം മനസ്സിലാക്കിയ ചാണക്യൻ മറുപടി പറഞ്ഞു, നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ബ്രാഹ്മണനാണ് ഞാൻ. ചാണക്യന്റെ മറുപടിയിൽ കോപിഷ്ഠനായ ധനനന്ദൻ അലറി, ഇയാളെ വലിച്ചിഴിച്ച് കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കൂ. ആജ്ഞ കേട്ടയുടനെ സൈനികർ ചാണക്യന് നേരെ പാഞ്ഞെടുത്തു. അവർ അദ്ദേഹത്തെ ഇരിപ്പിടത്തിൽ നിന്നും വലിച്ചു താഴെയിട്ടു. മുടി പിടിച്ച് മുന്നോട്ട് വലിച്ചു. ആ പിടിവലിക്കിടയിൽ അദ്ദേഹത്തിന്റെ കുടുമ അഴിഞ്ഞു വീണു. അപമാനമേറ്റ ചാണക്യൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. കാവൽക്കാരെ തട്ടിമാറ്റിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോടെ ചാണക്യൻ ധനനന്ദനെ നോക്കി. ആ വലിയ കൊട്ടാരത്തെ മുഴുവൻ നിശബ്ദമാക്കിക്കൊണ്ട് ചാണക്യന്റെ ശബ്ദം മുഴങ്ങി, അഹങ്കാരിയായ ധനനന്ദ, നീ ഇന്ന് അപമാനിച്ചത് വെറുമൊരു വ്യക്തിയെയല്ല, അക്ഷരങ്ങളെയാണ്, അറിവിനെയാണ്. എന്റെ ബാഹ്യരൂപം നീ എന്നെ പരിഹസിക്കാനുള്ള ആയുധമാക്കി. എങ്കിൽ കേട്ടോളൂ, ഞാൻ ശപഥം ചെയ്യുന്നു, ഈ നന്ദവംശത്തെ വേരോടെ പിഴുതെറിഞ്ഞ് നിന്റെ സ്പർശം കൊണ്ട് കളങ്കിതമായ ഈ രാജസിംഹാസനത്തിൽ വേറൊരാളെ പ്രതിഷ്ഠിക്കുന്നത് വരെ ചാണക്യൻ അഴിഞ്ഞു വീണ ഈ മുടി കെട്ടിവെക്കില്ല. ചാണക്യന്റെ വാക്കുകളിലെ തീ ആ കൊട്ടാരം അറിഞ്ഞു. ധനനന്ദന് ചാണക്യന്റെ കണ്ണിൽ നോക്കാൻ പോലും ഒരു നിമിഷം ഭയം തോന്നി. ചാണക്യനെ പിടിച്ച് തുറങ്കലിൽ അടയ്ക്കാൻ അയാൾ ആജ്ഞാപിച്ചു. പക്ഷെ അപ്പോഴേക്കും എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ചാണക്യൻ കൊട്ടാരത്തിന് പുറത്ത് കടന്നിരുന്നു. രാത്രി ആയുധങ്ങളുമായി സൈനികർ ചാണക്യനെ തിരഞ്ഞു നടക്കുകയാണ്. പക്ഷെ കൊട്ടാരത്തിലെ വലിയ കൽത്തൂണുകളുടെ ഇരുട്ടിൽ ഒരു നിഴൽ പോലെ ചാണക്യൻ അവർക്ക് പിടികൊടുക്കാതെ മറഞ്ഞു നിന്നു. ആ ഇരുട്ടിലും അദ്ദേഹത്തിന്റെ കണ്ണുകൾ പ്രതികാരം കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. വെറും ശാഖകൾ വെട്ടിയിട്ട് കാര്യമില്ല. അടിവേരറുത്താലേ വൻമരത്തെ വീഴ്ത്താൻ കഴിയുകയുള്ളൂ. അതെ, അച്ഛനെതിരെ മകനെ തന്നെ ഉപയോഗിക്കാം. നന്ദവംശത്തിന്റെ ഇളമുറക്കാരനായ പപത രാജകുമാരനായിരുന്നു ചാണക്യന്റെ ലക്ഷ്യം. കാവൽക്കാരുടെ കണ്ണുവെട്ടിച്ച് ഒളിച്ചും പാത്തും വളരെ വിദഗ്ധമായി ചാണക്യൻ രാജകുമാരന്റെ കിടപ്പുമുറിയിലെത്തി. മുറിയിലെ ഇരുട്ടിൽ നിന്ന് പെട്ടെന്ന് അപരിചിതനായ ഒരാളെ കണ്ട പപതൻ ഭയന്നുപോയി. അവൻ കാവൽക്കാരെ വിളിക്കാൻ വായ് തുറന്നതും ചാണക്യൻ വേഗം മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുവല്ല, നിനക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു വാഗ്ദാനവുമായി വന്ന മിത്രമാണ്. ചാണക്യൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ പപതൻ നോക്കി. നിന്റെ അച്ഛനെ പോലെ ജനങ്ങളെ കൊണ്ട് ദുഷ്പേര് കേൾപ്പിക്കുന്നവനല്ലാത്ത, എന്നും ലോകം വാഴ്ത്തുന്ന മഹാനായ ചക്രവർത്തിയായി ഞാൻ നിന്നെ മാറ്റാം, ചാണക്യൻ പറഞ്ഞു. പുറത്ത് എൻ്റെ അച്ഛൻ്റെ സൈന്യം മുഴുവൻ നിങ്ങളെ തിരഞ്ഞു നടക്കുകയാണ്. പ്രാണനും കൊണ്ട് ഒളിച്ചോടുന്ന നിങ്ങളെ ഞാൻ എന്തിനു വിശ്വസിക്കണം? ആ ചോദ്യം കേട്ടതും ചാണക്യന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഒരു നിമിഷം ആ മുറിയിലാകെ ഒരു വല്ലാത്ത നിശബ്ദത പടർന്നു. കുമാര, നിന്റെ അച്ഛന്റെ ഉരുക്കുകോട്ട ഭേദിച്ച് നിന്റെ ഈ മുറിയിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ഈ ചാണക്യൻ നിൽപ്പുണ്ടെങ്കിൽ അതെന്റെ ബുദ്ധിയുടെ മൂർച്ച കൊണ്ടാണ്. ആ എനിക്ക് നിന്റെ അച്ഛനെ വലിച്ചു താഴെയിട്ട് ഈ മഗധയുടെ സിംഹാസനത്തിൽ നിന്നെ പ്രതിഷ്ഠിക്കാനും കഴിയും. ഊരിപ്പിടിച്ച വാളിനേക്കാൾ ശക്തിയുണ്ട് ഒരു ബുദ്ധിശാലിയുടെ ചിന്തകൾക്ക്. ആ വാക്കുകളിലെ ആത്മവിശ്വാസം പപതനെ അത്ഭുതപ്പെടുത്തി. പക്ഷെ ഓർക്കുക, രാജാവാകാൻ വെറും ആഗ്രഹമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന് വളരെ കഠിനമായ ചില പരിശീലനങ്ങൾ കൂടിയേ തീരൂ. എൻ്റെ കൂടെ വരിക. അതുകേട്ട് പപതൻ മുറിയുടെ ഒരു മൂലയിലേക്ക് നടന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സിംഹത്തിന്റെ പ്രതിമയിൽ അവൻ വിരലമർത്തി. പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടെ ഒരു കൽമതിൽ രണ്ടായി തുറന്നു. ഒരു രഹസ്യ വഴി അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ഇരുണ്ട വഴിയിലൂടെ അവർ രണ്ടുപേരും കാട്ടിലേക്ക് നടന്നു. വിന്ധ്യപർവ്വതത്തിന്റെ താഴ്വര,
കാടിന് നടുവിലുള്ള ഒരു മൈതാനത്ത് കുറച്ചു കുട്ടികൾ ചേർന്ന് രാജാവും പ്രജകളും കളിക്കുകയാണ്. അപ്പോൾ അതുവഴി വന്ന ചാണക്യന്റെ കണ്ണുകൾ രാജാവായി അഭിനയിക്കുന്ന ഒരു പയ്യനിൽ ഉടക്കി. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളായിരുന്നുവെങ്കിലും അവന്റെ ഇരിപ്പിലും വാക്കുകളിലും ഒരു ചക്രവർത്തിയുടെ ഗാംഭീര്യമുണ്ടായിരുന്നു. അവനൊരു രാജാവിനെ പോലെ കുട്ടികളെ നയിക്കുന്നത് ചാണക്യൻ കണ്ടു. രാജാവിനെ പോലെ യുക്തിയുക്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന ആ കുട്ടിയെ പരീക്ഷിക്കാൻ തന്നെ ചാണക്യൻ തീരുമാനിച്ചു. അദ്ദേഹം നേരെ ആ കളി നടക്കുന്നതിനിടയിലേക്ക് ചെന്നു. മഹാരാജാവേ, അടിയൻ ഈ രാജ്യത്ത് നിന്ന് കുറച്ച് പശുക്കളെ ദാനമായി വേണം. ചാണക്യൻ ചോദിച്ചു. ഒട്ടും പതറാതെ ആ കുട്ടി ദൂരെ മേഞ്ഞു നടക്കുന്ന പശുക്കളെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. ബ്രാഹ്മണ, അങ്ങേക്ക് ആവശ്യമുള്ളത്ര പശുക്കളെ എടുത്തുകൊള്ളൂ, ആരും നിങ്ങളെ തടയില്ല. അത് കേട്ട ചാണക്യൻ പറഞ്ഞു, ഇതൊക്കെ ഈ ഗ്രാമവാസികളുടെ പശുക്കളല്ലേ, ഞാൻ എടുത്തുകൊണ്ടുപോയാൽ അവർ എന്നെ ആക്രമിക്കില്ലേ? പെട്ടെന്ന് ആ കുട്ടിയുടെ മുഖത്ത് ഒരു വല്ലാത്ത ശൗര്യം നിറഞ്ഞു. തറപ്പിക്കുന്ന ശബ്ദത്തിൽ അവൻ മറുപടി നൽകി. ഈ രാജ്യത്തിന്റെ അധികാരി ഞാനാണ്. ഞാൻ പറഞ്ഞാൽ അതാണ് അവസാന വാക്ക്. എന്റെ അനുവാദത്തോടെ കൊണ്ടുപോകുന്ന പശുക്കളെ തടയാൻ ഈ നാട്ടിൽ ആരും ധൈര്യപ്പെടില്ല. ആ വാക്കുകളിലെ ആത്മവിശ്വാസവും ധൈര്യവും കണ്ട ചാണക്യൻ ശരിക്കും അത്ഭുതപ്പെട്ടു. ഒരു സാമ്രാജ്യത്തെ മുഴുവൻ ഭരിക്കാനുള്ള തീപ്പൊരി ആ കുട്ടിയുടെ ഉള്ളിലുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവന്റെ വളർത്തച്ഛൻ ചോദിച്ച പണം നൽകി ഉടൻ തന്നെ ചാണക്യൻ ആ കുട്ടിയെ സ്വന്തമാക്കി. അവന്റെ പേരായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്തനുമായി തിരിച്ച് പപതന്റെ അടുത്തെത്തിയ ചാണക്യൻ അവർക്ക് രണ്ടുപേർക്കുമായി കഴുത്തിലണിയാൻ ഓരോ മാലകൾ വീതം കൊടുത്തു. അങ്ങനെ ചാണക്യൻ രണ്ടുപേരെയും പരിശീലിപ്പിക്കാൻ തുടങ്ങുന്നു. പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്ന നാളുകളിലാണ് തന്റെ ശപഥം നിറവേറ്റാനുള്ള കുട്ടി ഈ രണ്ടുപേരിൽ ആരായിരിക്കണം എന്നുള്ള സംശയം ചാണക്യനെ അലട്ടുന്നത്. പിറ്റേന്ന് പുലർച്ചെ പരിശീലനത്തിനായി രണ്ടു കുട്ടികളെയും പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹം ചന്ദ്രഗുപ്തൻ വരുന്നത് മാത്രമാണ് കണ്ടത്. ചാണക്യൻ ചന്ദ്രഗുപ്തനെയും കൊണ്ട് പപതന്റെ അടുത്തേക്ക് പോയി. എന്താണ് വരാൻ വൈകുന്നത് എന്ന് ആരാഞ്ഞു. ഇന്നലെ ഒരു ഭീകരമായ സ്വപ്നം കണ്ടു ആചാര്യ. ചക്രവ്യൂഹത്തിൽ പെട്ടതുപോലെയുള്ള അവസ്ഥ. 2 കുരുക്കുകൾ അഴിച്ചപ്പോഴേക്കും 3ാമത്തെ കുരുക്ക് കഴുത്തിൽ മുറുകി. ശ്വാസം മുട്ടി. പിന്നെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, പപതൻ പറഞ്ഞു. എന്നാൽ താനും അത്തരത്തിലൊരു സ്വപ്നം കണ്ടിരുന്നുവെന്നും പക്ഷെ സ്വന്തം കൈ ഛേദിച്ച് താൻ കുരുക്കുകൾ അഴിച്ചു മാറ്റിയെന്നും ചന്ദ്രഗുപ്തൻ പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോൾ ചാണക്യന്റെ മനസ്സിൽ എന്തൊക്കെയോ മിന്നിമറഞ്ഞു. പിറ്റേന്ന് രാവിലെ പപതന് ചാണക്യൻ ഒരു പരീക്ഷ വെച്ചു. ഞാൻ സമ്മാനിച്ച മാല ചന്ദ്രഗുപ്തന്റെ കഴുത്തിൽ നിന്നും അവനെ ഉണർത്താതെ എടുത്തുകൊണ്ട് വരണം. മാല പൊട്ടാനും പാടില്ല. പരീക്ഷണം ഏറ്റെടുത്ത പപതൻ ഉറങ്ങിക്കിടന്ന ചന്ദ്രഗുപ്തന്റെ അടുത്തേക്ക് ചെന്നു. എത്ര ശ്രമിച്ചിട്ടും അവന് ചന്ദ്രഗുപ്തനെ ഉണർത്താതെ കണ്ണി പൊട്ടിക്കാതെ മാല എടുക്കാൻ കഴിഞ്ഞില്ല. പരാജിതനായ പപതൻ ചാണക്യന്റെ അടുത്ത് വന്ന് കാര്യം ബോധിപ്പിച്ചു. ചാണക്യൻ അവനെ ആശ്വസിപ്പിച്ചു വിട്ടു. പിറ്റേന്ന് അതേ പരീക്ഷ ചന്ദ്രഗുപ്തന് മുന്നിൽ അദ്ദേഹം വെച്ചു. അന്ന് രാത്രി പപതന്റെ അടുത്തെത്തിയ ചന്ദ്രഗുപ്തൻ അവനെ ഉണർത്താതെ ആ മാല എടുക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അവനത് കഴിഞ്ഞില്ല. ചന്ദ്രഗുപ്തൻ ഗാഢമായ ചിന്തയിലാണ്. പിറ്റേന്ന് ഉറക്കമെഴുന്നേറ്റ് വന്ന ചാണക്യൻ കാണുന്നത് ചോര പുരണ്ട മാലയുമായി തന്റെ അടുത്തേക്ക് വരുന്ന ചന്ദ്രഗുപ്തനെയാണ്. ചന്ദ്രഗുപ്തൻ പപതന്റെ കഴുത്തറുത്ത് മാല തിരിച്ചെടുത്തിരിക്കുന്നു. പപതൻ ശുദ്ധനാണ്. വലിയ പരീക്ഷകളിൽ അടിപതറും. അതാണ് അവന് ചന്ദ്രഗുപ്തന്റെ കയ്യിൽ നിന്നും മാല എടുക്കാൻ കഴിയാതിരുന്നത്. പക്ഷെ മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം എന്ന സത്യം ചന്ദ്രഗുപ്തന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ചന്ദ്രഗുപ്തനാണ് തന്റെ ശപഥം പൂർത്തീകരിക്കാനുള്ള ആയുധമെന്ന് അപ്പോഴേക്കും ചാണക്യൻ ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നീട് ചന്ദ്രഗുപ്തന് പരീക്ഷണത്തിന്റെ നാളുകളായിരുന്നു. പ്രകൃതിയും ചുറ്റുപാടുകളുമായിരുന്നു ചാണക്യൻ ചന്ദ്രഗുപ്തന് നൽകിയ പാഠപുസ്തകങ്ങൾ. ഒരിക്കൽ കാട്ടിലൂടെ നടക്കുമ്പോൾ ചാണക്യന്റെ കാല് ദർഭ ഇല കൊണ്ട് മുറിഞ്ഞു. ആ ചെടിയുടെ ഇലകൾ മുഴുവനായി വെട്ടുന്നതിന് പകരം അദ്ദേഹം അതിന്റെ വേരറുത്ത് അവിടെ മധുരലായനി ഒഴിച്ചു. പിന്നീട് ഉറുമ്പുകൾ വന്ന് ആ ചെടി തന്നെ ഇല്ലാതാക്കി. ചന്ദ്രഗുപ്തന്റെ ആദ്യ പാഠം അതായിരുന്നു. ശത്രുവിനെ വെറുതെ തോൽപ്പിച്ചാൽ പോരാ, അവന്റെ വേരറുത്തു മാറ്റണം. എങ്കിലേ അവൻ വീണ്ടും മുളയ്ക്കാതിരിക്കും. ശത്രുക്കളുടെ വിഷപ്രയോഗത്തെ ചെറുക്കാനായി ശരീരത്തെ സജ്ജമാക്കാൻ ദിവസവും ചന്ദ്രഗുപ്തൻ അറിയാതെ അവന്റെ ഭക്ഷണത്തിൽ ചാണക്യൻ ചെറിയ അളവിൽ വിഷം കലർത്തി നൽകിയിരുന്നു. പരിശീലനത്തിന്റെ ഭാഗമായി ഭക്ഷണവും വെള്ളവുമില്ലാതെ ചന്ദ്രഗുപ്തനെ ചാണക്യൻ കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ചു. അവിടെ നിന്ന് കാട്ടുവാസികളുടെ വിശ്വാസം നേടിയെടുത്ത് അവൻ തിരികെ വന്നു. അവരെ എങ്ങനെ സ്വന്തം സൈന്യമായി മാറ്റാമെന്ന് അവൻ പഠിച്ചു. ചാണക്യന്റെ പൊള്ളുന്ന പരീക്ഷണങ്ങൾ ചന്ദ്രഗുപ്തനെ ശക്തനാക്കി മാറ്റുകയായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. താൻ മനസ്സിൽ കണ്ട ആ വലിയ യുദ്ധത്തിനുള്ള സമയം അടുത്തുവെന്ന് ആ ഗുരുവിന് മനസ്സിലായി. തന്റെ ബുദ്ധി കൊണ്ട് അതുവരെ സ്വരൂപിച്ച സമ്പാദ്യം മുഴുവൻ പുറത്തെടുത്ത് ചാണക്യൻ ഒരു വലിയ സൈന്യത്തെ തന്നെ ഉണ്ടാക്കി. കൂലിപ്പട്ടാളക്കാരും വിശ്വസ്തരായ കാട്ടുവാസികളും അടങ്ങിയ ഒരു വമ്പൻ സൈന്യം. ലക്ഷ്യം ഒന്നു മാത്രം, മഗധയുടെ തലസ്ഥാനമായ പാടലീപുത്രം. ചന്ദ്രഗുപ്തന്റെ നേതൃത്വത്തിൽ ആ സൈന്യം പാടലീപുത്രത്തിന്റെ വലിയ കോട്ടവാതിൽ ലക്ഷ്യമാക്കി ചെന്നു.
വിജയം ഉറപ്പിച്ചുള്ള ചാണക്യന്റെ ആക്രമണമായിരുന്നു അത്. പക്ഷേ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ ആദ്യമായി തെറ്റി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ സൈന്യത്തെ പോലും ഭയപ്പെടുത്തിയ മഗധയുടെ സൈന്യത്തിനു മുന്നിൽ ചന്ദ്രഗുപ്തന്റെ കൂലിപ്പട്ടാളത്തിന് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. കൊട്ടാരമുറ്റത്ത് ചോരപ്പുഴ ഒഴുകി. പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ കൂലിപ്പട്ടാളക്കാർ ആയുധം വലിച്ചെറിഞ്ഞ് ജീവനും കൊണ്ടുപോയി. താൻ ഉണ്ടാക്കിയെടുത്ത സൈന്യം കൺമുന്നിൽ ചിന്നിച്ചിതറുന്നത് ചാണക്യൻ നിസ്സഹായനായി നോക്കി നിന്നു. മരണം തൊട്ടുപിന്നിലുണ്ടെന്ന് ഉറപ്പായ ആ നിമിഷം മുറിവേറ്റ ശരീരവുമായി ചന്ദ്രഗുപ്തനും ചാണക്യനും കാട്ടിലേക്ക് ഓടിമറഞ്ഞു. തോൽവിയിൽ നിരാശനായ ചന്ദ്രഗുപ്തൻ ഒളിവിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിച്ചില്ല. ചാണക്യനാകട്ടെ പരാജയത്തിന്റെ കാരണം തേടി നടന്നു. ചൂടപ്പത്തിന് നടുക്കു തൊട്ടാൽ കൈ പൊള്ളില്ലേ കുഞ്ഞെ? ഇതിപ്പോ ചന്ദ്രഗുപ്തൻ മഗധ ആക്രമിച്ച പോലെ ആയല്ലോ. അരികുകളിൽ നിന്ന് പതുക്കെ പതുക്കെ തിന്നു തുടങ്ങണം. അപ്പോഴേക്കും നടുവിലെ ചൂടാറും. ആവി പറക്കുന്ന ചൂടപ്പത്തിന്റെ നടുക്കു തൊട്ട് കൈ പൊള്ളി കരയുന്ന ഒരു കൊച്ചുകുട്ടി. അവനെ ശാസിച്ചുകൊണ്ട് സാധാരണക്കാരിയായ ഒരമ്മ. ഒരു കുടിലിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ചാണക്യൻ ആ കാഴ്ച കണ്ടു. ആ അമ്മ പറഞ്ഞ വാക്കുകൾ ചാണക്യന്റെ തലച്ചോറിൽ ഒരു ഇടിമുഴക്കം പോലെ പതിച്ചു. തനിക്ക് പറ്റിയ വലിയ തെറ്റെന്താണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ചാണക്യൻ ദ്രുതഗതിയിൽ ചന്ദ്രഗുപ്തന്റെ അടുത്തേക്ക് നടന്നു. വർദ്ധിത വീര്യത്തോടെ അയാൾ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു, ചന്ദ്രഗുപ്ത, യുദ്ധത്തിനായി ഒരുങ്ങിക്കോളൂ. ഇനി നമ്മൾ തന്ത്രം മാറ്റും. ധനനന്ദന്റെ സാമ്രാജ്യത്തിന്റെ ദുർബലമായ അതിർത്തികളിൽ നിന്ന് നമ്മൾ ആക്രമണം തുടങ്ങും. അങ്ങനെ ശത്രുവിനെ ചുറ്റി വളഞ്ഞ് ശ്വാസം മുട്ടിച്ച് നമ്മൾ ഒടുവിൽ പാടലീപുത്രത്തിന്റെ ഹൃദയം പിളർന്നു. തോറ്റുപോയി എന്ന് കരുതിയിടത്ത് നിന്ന് 1000 മടങ്ങ് കരുത്തോടെ അവർ വീണ്ടും കുതിച്ചുയരുകയായിരുന്നു. പിന്നീട് അതിശയിപ്പിക്കുന്ന തന്ത്രങ്ങളായിരുന്നു ചാണക്യൻ പുറത്തെടുത്തത്. ധനനന്ദനോട് ശത്രുതയുള്ള ചുറ്റുമുള്ള ചെറിയ നാട്ടുരാജ്യങ്ങളെ അദ്ദേഹം കൂടെ കൂട്ടി. അതിന് തയ്യാറാകാത്ത രാജാക്കന്മാരുടെ ഇടയിലേക്ക് ചാരന്മാരെ അയച്ചു. അവരിൽ പരസ്പരം സംശയം ജനിപ്പിച്ച് തമ്മിലടിപ്പിച്ചു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രത്തിലൂടെ ധനനന്ദന്റെ മിത്രങ്ങളെ ചാണക്യൻ ഇല്ലാതാക്കി. തുടർന്നാണ് അദ്ദേഹം ഏറ്റവും വലിയ കരുനീക്കം നടത്തിയത്. വടക്ക് നിന്നുള്ള ശക്തനായ ഹിമാലയൻ രാജാവ് പർവ്വതാകനെ ചാണക്യൻ രഹസ്യമായി കണ്ടു. മഹാരാജാവേ, അങ്ങയുടെ സൈന്യം കൂടെയുണ്ടെങ്കിൽ നന്ദവംശത്തെ ഞങ്ങൾക്ക് വേരോടെ പിഴുതെറിയാൻ സാധിക്കും. പകരമായി മഗധ സാമ്രാജ്യത്തിന്റെ നേർപകുതി ഞാൻ അങ്ങേക്ക് തരാം. ആ വാഗ്ദാനം കേട്ട് അവിശ്വസനീയതയോടെ പർവ്വതാകൻ നിന്നു. പർവ്വതാകന്റെ പടുകൂറ്റൻ സൈന്യം കൂടി ചേർന്നതോടെ ചന്ദ്രഗുപ്തന്റെ കരുത്ത് ഇരട്ടിയായി. യുദ്ധത്തിനായി പുറപ്പെടാൻ തയ്യാറെടുത്ത ചന്ദ്രഗുപ്തനോട് ചാണക്യൻ പറഞ്ഞു, ചന്ദ്രഗുപ്ത, ഒരു പോരാളിക്ക് യുദ്ധം ജയിക്കാൻ പോർക്കളത്തിലെത്തണം. എന്നാൽ ഒരു തന്ത്രജ്ഞൻ യുദ്ധഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബുദ്ധി കൊണ്ട് ആ യുദ്ധം ജയിച്ചിരിക്കും. ധനനന്ദൻ തോറ്റുകഴിഞ്ഞു. ഇനി പോയി ആ സിംഹാസനം കീഴടക്കും. ചാണക്യന്റെ വാക്കുകൾ സത്യമായിരുന്നു എന്ന് ചന്ദ്രഗുപ്തന് പാടലീപുത്രത്തിലെത്തിയപ്പോഴാണ് മനസ്സിലായത്. ചന്ദ്രഗുപ്തന്റെ സൈന്യം പാടലീപുത്രത്തെ വളഞ്ഞപ്പോൾ ധനനന്ദന് ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. ചാണക്യന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ധനനന്ദന്റെ സഖ്യകക്ഷികൾ ഓരോരുത്തരായി നേരത്തെ തന്നെ കൊഴിഞ്ഞുപോയിരുന്നു. സ്വന്തം കോട്ടയ്ക്കുള്ളിൽ അഹങ്കാരിയായ ധനനന്ദൻ ഒറ്റപ്പെട്ടു. ഞാൻ പരാജയം സമ്മതിക്കുന്നു. കിരീടവും അധികാരവും ഉപേക്ഷിച്ച് ഞാൻ ഈ രാജ്യം വിട്ടുപോയിക്കൊള്ളാം. ധനനന്ദൻ യാചനയോടെ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു. പോകുന്നതിനു മുമ്പ് ഒരു മുഖം കൂടി നീ കാണുന്നത് നല്ലതായിരിക്കും മഹാരാജാവേ. പെട്ടെന്ന് അവിടെ ആകെ ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു. ആ വാക്കുകളിലെ തീ ധനനന്ദന് പരിചയമുള്ളതുപോലെ തോന്നി. അതിന്റെ ചൂടാറും മുമ്പ് അവിടേക്കൊരാൾ വിജയശ്രീ ലാളിതനായി നടന്നു വരുന്നു. ചാണക്യൻ. എന്റെ പ്രതികാരം ഇന്നിവിടെ ഞാൻ നിറവേറ്റിയിരിക്കുന്നു. വർഷങ്ങളായി അഴിഞ്ഞുകിടന്നിരുന്ന എന്റെ കുടുമ ഞാൻ കെട്ടിവെക്കാൻ പോകുന്നു. ചാണക്യൻ പതിയെ തന്റെ കുടുമ കെട്ടിവെച്ചു. ധനനന്ദൻ വിറയ്ക്കുന്ന കൈകളോടെ അത് നോക്കി നിന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അപമാനിച്ച അതേ രാജ്യസഭയിൽ വെച്ച് ചാണക്യൻ തന്റെ ശപഥം പൂർത്തിയാക്കുകയായിരുന്നു. പക്ഷേ ആ വലിയ തന്ത്രജ്ഞന്റെ കുശാഗ്ര ബുദ്ധി അവിടെയും നിന്നില്ല. ധനനന്ദൻ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ച നിധി കണ്ടെത്തിയാൽ പുതിയ ഭരണത്തിൽ നിന്നെ ഉയർന്ന സൈനിക മേധാവിയാക്കാം. ചാണക്യൻ ഒരു സൈനികന് വാഗ്ദാനം നൽകി. ആ സൈനികൻ അങ്ങനെ നിധി ഒളിപ്പിച്ചു വെച്ച സ്ഥലം കണ്ടുപിടിച്ചു. പക്ഷേ നിധിയുള്ള സ്ഥലം മനസ്സിലാക്കിയ ചാണക്യൻ ആ സൈനികനെ കൊന്നുകളഞ്ഞു. സിംഹാസനത്തിന് ഭീഷണിയായേക്കാവുന്ന രാജ്യത്തിനകത്തും പുറത്തുമുള്ള സകല ശത്രുക്കളെയും ചാണക്യൻ തന്റെ ബുദ്ധി കൊണ്ട് ഒന്നൊന്നായി കൊന്നൊടുക്കി. ഒടുവിൽ ധനനന്ദന്റെ വിശ്വസ്തനായ രാക്ഷസൻ എന്ന മന്ത്രി മാത്രം ബാക്കിയായി. അയാൾ പ്രാണനും കൊണ്ട് നാടുവിട്ടുപോയി. പക്ഷെ പിന്നെയും വിലങ്ങുതടിയായി പർവ്വതാകനുണ്ടായിരുന്നു. അയാളെ നേരിട്ട് കൊന്നാൽ അത് വലിയ യുദ്ധത്തിന് കാരണമാകും. അത് വേണ്ട. ചാണക്യൻ തന്റെ ബുദ്ധി വീണ്ടും പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ചന്ദ്രഗുപ്തനെ കൊലപ്പെടുത്താനായി രാക്ഷസൻ ഒരു ചാരവനിതയെ രഹസ്യമായി അയച്ച വിവരം ചാരന്മാരിലൂടെ ചാണക്യൻ അറിയുന്നത്. ആളുകളെ അവരറിയാതെ വിഷം കൊടുത്തു കൊല്ലാൻ അപാര കഴിവുള്ള ആ സ്ത്രീകളെ വിഷകന്യക എന്നാണ് വിളിച്ചിരുന്നത്.
ചാണക്യൻ തന്ത്രപരമായി ചന്ദ്രഗുപ്തനെ അവിടെ നിന്നും മാറ്റി. എന്നിട്ട് ആ വിഷകന്യകയെ വളരെ തന്ത്രപരമായി പർവ്വതാകന്റെ അടുത്തെത്തിച്ചു. വിഷകന്യകയുമായി ഇടപഴകിയ പർവ്വതാകൻ ദാരുണമായി കൊല്ലപ്പെട്ടു. ഇതോടെ ചാണക്യൻ ഒറ്റയടിക്ക് 2 കാര്യങ്ങൾ സാധിച്ചു. രാജ്യത്തിന്റെ പകുതി പർവ്വതാകന് കൊടുക്കേണ്ടി വന്നില്ല. പർവ്വതാകനെ കൊന്നത് രാക്ഷസനാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. അങ്ങനെ രാജാവായി ചന്ദ്രഗുപ്തനും പ്രധാനമന്ത്രിയായി ചാണക്യനും ഭരണം നിയന്ത്രിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രഗുപ്തന് തന്റെ പ്രതിമ നിർമ്മിക്കാൻ ഒരു മോഹം തോന്നുന്നത്. അതറിഞ്ഞ ചാണക്യൻ ചന്ദ്രഗുപ്തനെ തടഞ്ഞു. മനുഷ്യരാലും പ്രകൃതിയാലും നശിപ്പിക്കപ്പെടാവുന്ന കേവലം ഒരു പ്രതിമ നിർമ്മിച്ചിട്ടല്ല മഹത്വം കാണിക്കേണ്ടത്. ആർക്കും തകർക്കാൻ പറ്റാത്ത സൽപ്പേര് മാത്രമേ എന്നെന്നും നന്മയോടെ ആളുകൾ ഓർമ്മിക്കൂ. ചാണക്യന്റെ വാക്കുകൾ ചന്ദ്രഗുപ്തനെ ഇരുത്തി ചിന്തിപ്പിച്ചു. അയാൾ അതിൽ നിന്നും പിന്മാറി. മഗധയുടെ സിംഹാസനത്തിൽ ചന്ദ്രഗുപ്തൻ അതിശക്തനായ ചക്രവർത്തിയായി വാഴുന്ന കാലം. പുറത്ത് ശത്രുക്കളില്ലെങ്കിലും കൊട്ടാരത്തിനുള്ളിൽ ചതികൾ ഏതു രൂപത്തിലും വരാമെന്ന് ചാണക്യന് നന്നായി അറിയാമായിരുന്നു. വിഷകന്യകമാർ ഏതു നിമിഷവും വന്നേക്കാം. അതുകൊണ്ട് ചന്ദ്രഗുപ്തന്റെ ഭക്ഷണത്തിൽ നേരിയ അളവിൽ വിഷം കലർത്തുന്നത് ചാണക്യൻ തുടർന്നു പോയിരുന്നു. കൊടിയ വിഷത്തെ പോലും ചെറുക്കാൻ പാകത്തിൽ രാജാവിന്റെ ശരീരം അങ്ങനെ ഇരുമ്പ് പോലെയായി മാറി. എന്നാൽ വിധി കാത്തുവെച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ദുരന്തമായിരുന്നു. ഒരു ദിവസം പൂർണ്ണഗർഭിണിയായ രാജ്ഞിയോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു ചന്ദ്രഗുപ്തൻ. സ്നേഹത്തോടെ രാജാവ് തന്റെ പാത്രത്തിൽ നിന്നും കുറച്ച് ഭക്ഷണം രാജ്ഞിക്ക് വാരിക്കൊടുത്തു. അത് ചാണക്യൻ വിഷം കലർത്തിയ ഭക്ഷണമായിരുന്നു. അത് കഴിച്ചതും രാജ്ഞി ശ്വാസം കിട്ടാതെ താഴേക്ക് വീണു. വിവരമറിഞ്ഞ് ഓടിയെത്തിയ ചാണക്യൻ കണ്ടത് മരണത്തോട് മല്ലടിക്കുന്ന രാജ്ഞിയെയാണ്. ഗുരുദേവ, എന്റെ ജീവന്റെ പാതിയാണ് പിടയുന്നത്. അവളെ എങ്ങനെയെങ്കിലും അങ്ങ് രക്ഷിക്കണം. ചാണക്യൻ രാജ്ഞിയുടെ നാഡീമിടിപ്പ് പരിശോധിച്ചു. വിഷം രാജ്ഞിയുടെ ശരീരമാകെ പടർന്നു കഴിഞ്ഞിരിക്കുന്നു. അവൾ മരിച്ചു എന്ന് ചാണക്യൻ മനസ്സിലാക്കി. പെട്ടെന്ന് ചാണക്യന്റെ മനസ്സിൽ ഒരു ഇടിവെട്ടി. രാജ്ഞിയുടെ വയറ്റിനുള്ളിൽ മഗധയുടെ അടുത്ത അവകാശി ജീവന് വേണ്ടി പിടയുകയാണ്. വിഷം ആ കുഞ്ഞിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ തീരും. എല്ലാവരെയും നടുക്കിക്കൊണ്ട് ചാണക്യൻ അടുത്തുള്ള കാവൽക്കാരന്റെ ഉറയിൽ നിന്നും കഠാര ഊരിയെടുത്തു. മരിച്ചു കിടക്കുന്ന രാജ്ഞിയുടെ വയറ് കീറി ആ ചോര കുഞ്ഞിനെ അദ്ദേഹം പുറത്തെടുത്തു. ആ മുറിയിലാകെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ മുഴങ്ങിക്കേട്ടു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ കുഞ്ഞിന്റെ നെറ്റിയിൽ ഒരു ബിന്ദു ഉണ്ടായിരുന്നു. വിഷത്തുള്ളി നെറ്റിയിൽ വീണ് ജനിച്ച ഇവനെ ലോകമിനി ബിന്ദുസാരൻ എന്ന് വിളിക്കും. മൗര്യ സാമ്രാജ്യത്തിന്റെ അടുത്ത കിരീടാവകാശി ചാണക്യൻ പ്രഖ്യാപിച്ചു. അവർ പുതിയ കിരീടാവകാശിയുടെ പിറവി ആഘോഷിക്കുന്ന സമയം. അപ്പോഴാണ് ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിക്ക് നേടാൻ കഴിയാതെ പോയ ഭാരതം എന്ന സ്വപ്നം കീഴടക്കാൻ അയാളുടെ ജനറൽ സെല്യൂക്കസ് നിക്കേറ്റർ തന്റെ സൈന്യവുമായി സിന്ധു നദി കടന്നെത്തിയത്. പക്ഷേ സെല്യൂക്കസിനെ കാത്തിരുന്നത് പഴയ ഭാരതമായിരുന്നില്ല. ചാണക്യന്റെ ബുദ്ധിയിൽ വാർത്തെടുത്ത മൗര്യ സാമ്രാജ്യമായിരുന്നു. അതിർത്തിയിൽ വെച്ച് ഗ്രീക്ക് സൈന്യവും മൗര്യ സൈന്യവും ഏറ്റുമുട്ടി. ഗ്രീക്കുകാരുടെ സൈന്യത്തിന് ചന്ദ്രഗുപ്തന്റെ പടയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ ലോകം വിറപ്പിച്ച ആ ഗ്രീക്ക് ജനറലിന് ചന്ദ്രഗുപ്തന് മുന്നിൽ തോറ്റ് മുട്ടുകുത്തേണ്ടി വന്നു. സെല്യൂക്കസിന്റെ കഴുത്തെറുക്കാൻ ചന്ദ്രഗുപ്തൻ വാളോങ്ങി. ചന്ദ്രഗുപ്ത, അരുത്! ഇന്ന് നീ ഇയാളുടെ തലവെട്ടിയാൽ ഗ്രീക്കുകാർ നാളെ പ്രതികാരവുമായി വീണ്ടും നമ്മുടെ മണ്ണിലേക്ക് വരും. ശത്രുത എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഇതിലും വലിയൊരു അവസരമില്ല. ചാണക്യൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് കാര്യം മനസ്സിലാവാതെ ചന്ദ്രഗുപ്തൻ നിന്നു. അമ്പരന്ന് നിൽക്കുന്ന ചന്ദ്രഗുപ്തനെയും സെല്യൂക്കസിനെയും നോക്കി ചാണക്യൻ പുഞ്ചിരിച്ചു. എന്നിട്ട് ചരിത്രം കണ്ട ഏറ്റവും വലിയൊരു നയതന്ത്ര ഉടമ്പടി അദ്ദേഹം അവതരിപ്പിച്ചു. സെല്യൂക്കസ്, നിന്റെ ജീവന് പകരമായി നിന്റെ മകൾ ഹെലേനയെ ഞങ്ങളുടെ ചക്രവർത്തിക്ക് വിവാഹം ചെയ്തു കൊടുക്കുക. പകരമായി 500 യുദ്ധയാനകളെ നിനക്ക് ഞങ്ങൾ സമ്മാനമായി തരാം. ഈ മണ്ണിൽ തലയേറ്റ് വീഴണോ അതോ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ബന്ധുവാകണോ? നിനക്ക് തീരുമാനിക്കാം. അങ്ങനെയാണ് വരും തലമുറകളിലേക്കും നീളാവുന്ന യുദ്ധത്തിനെ ചാണക്യൻ തന്ത്രപരമായി ഇല്ലാതാക്കിയത്. ചാണക്യന്റെ ജീവിതത്തിലെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് ഇനിയാണ്. ഒളിവിലായിരുന്ന രാക്ഷസൻ പുതിയൊരു സൈന്യവുമായി മഗധയെ ആക്രമിച്ചു. പക്ഷെ ചന്ദ്രഗുപ്തന്റെ കരുത്തിനു മുന്നിൽ അയാൾ തകർന്നടിഞ്ഞു. ബന്ദിയാക്കപ്പെട്ട രാക്ഷസന്റെ മുന്നിൽ ചാണക്യൻ 2 ഉപാധികൾ വെച്ചു. തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും നീ നടത്തിയ ഈ പോരാട്ടം പ്രശംസനീയമാണ് രാക്ഷസ. നിന്റെ രാജ്യസ്നേഹം അപാരം തന്നെ. നിന്റെ മുന്നിൽ ഇനി 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ മരിക്കാം, അല്ലെങ്കിൽ ഈ മഹാസാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. ചാണക്യന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി. ശത്രുവിനെ കൊല്ലാതെ വിടുക മാത്രമല്ല, തന്റെ പ്രധാനമന്ത്രി പദവും അയാൾക്ക് വച്ചു നീട്ടിയിരിക്കുകയാണ് ചാണക്യൻ. പക്ഷേ രാക്ഷസനിലെ ആ അസാമാന്യ ഭരണാധികാരിയെ രാജ്യത്തിന് ആവശ്യമുണ്ടെന്ന് ആ ഗുരുവിന് അറിയാമായിരുന്നു. തോൽവി സമ്മതിച്ച രാക്ഷസൻ അങ്ങനെ ആ പദവി ഏറ്റെടുത്തു. അതോടെ ആ സാമ്രാജ്യത്തിന്റെ അവസാന ശത്രുവും ഇല്ലാതായി. ഒടുവിൽ അധികാരങ്ങളിൽ നിന്നെല്ലാം ചാണക്യൻ താഴെ ഇറങ്ങി. അവിടെ നിന്നാണ് ഭരണതന്ത്രങ്ങളുടെ പാഠപുസ്തകം എന്ന് ലോകം വിശേഷിപ്പിച്ച ആ ഗ്രന്ഥം അദ്ദേഹം എഴുതി തുടങ്ങിയത്, അർത്ഥശാസ്ത്രം.
അതിൽ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനു വേണ്ടി അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: വലിയൊരു സൈന്യമുണ്ടെങ്കിൽ ആർക്കും ഒരു രാജ്യം വെട്ടിപ്പിടിക്കാം. പക്ഷെ രാജ്യം വെട്ടിപ്പിടിക്കുന്നതിലല്ല, അത് തകർന്നു പോകാതെ ജനങ്ങൾക്ക് വേണ്ടി നിലനിർത്തുന്നതിലാണ് ഒരു യഥാർത്ഥ ചക്രവർത്തിയുടെ വിജയം. അന്നും ഇന്നും എന്നും ഒരു ഭരണാധികാരിക്ക് പാഠമാക്കാവുന്ന വാക്കുകൾ ചാണക്യൻ എഴുതി വെച്ചു. കാലം കുതിരപ്പുറത്തേറി മുന്നോട്ട് കുതിച്ചു. ആ മഹാസാമ്രാജ്യം പടുത്തുയർത്തിയ ചന്ദ്രഗുപ്തന് ഭരണം മടുത്തു തുടങ്ങി. ആചാര്യ, എല്ലാ അധികാരങ്ങളും ഉപേക്ഷിക്കാൻ എൻ്റെ മനസ്സെന്നോട് പറയുന്നു. വെട്ടിപ്പിടിക്കാനും വെട്ടേറ്റ് വീഴാനും മാത്രമല്ല ജീവിതമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി വയ്യ, ഭരണത്തിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചന്ദ്രഗുപ്തൻ ചാണക്യനോട് വന്നു പറഞ്ഞു. ചാണക്യൻ മറുത്തൊന്നും പറഞ്ഞില്ല. കാരണം സമയകാലങ്ങളുടെ അനിവാര്യത അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ഭരണം നിയന്ത്രിക്കാൻ നിന്റെ മകൻ പ്രാപ്തനാണ് ചന്ദ്രഗുപ്ത. ചാണക്യന് അതിനും പരിഹാരമുണ്ടായിരുന്നു. ഒടുവിൽ അധികാരങ്ങളെല്ലാം മകൻ ബിന്ദുസാരനെ ഏൽപ്പിച്ച് ചന്ദ്രഗുപ്ത മൗര്യൻ കൊട്ടാരം വിട്ടു. അങ്ങനെ ബിന്ദുസാരൻ മഗധയുടെ പുതിയ ചക്രവർത്തിയായി സിംഹാസനമേറി. മഹാരാജാവേ, അങ്ങയുടെ അമ്മ അസുഖം വന്ന് മരിച്ചതല്ല. അങ്ങ് ദൈവത്തെ പോലെ ആരാധിക്കുന്ന ചാണക്യൻ വിഷം കൊടുത്ത് കൊന്നതാണ്. എങ്ങനെയും കൊട്ടാരത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കണമെന്ന് മോഹിച്ചിരുന്ന സുബന്ധു എന്ന മന്ത്രി ബിന്ദുസാരനോട് ആ ഇല്ലാക്കഥ പറഞ്ഞു. തന്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന ചാണക്യനെ ഒഴിവാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ സുബന്ധുവിനുണ്ടായിരുന്നുള്ളൂ. ആ വാക്കുകൾ ബിന്ദുസാരന്റെ സമനില തെറ്റിച്ചു. അവന്റെ ഉള്ളിൽ ചാണക്യനോടുള്ള പക ആളിക്കത്തി. എന്നാൽ കൊട്ടാരത്തിലെ ഇലയനക്കം പോലും മുൻകൂട്ടി അറിയുന്ന ചാണക്യൻ അതുമറിഞ്ഞു. അന്ന് ബിന്ദുസാരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് തനിക്ക് ആ കൃത്യം ചെയ്യേണ്ടി വന്നത് എന്ന് രാജാവിനെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് എളുപ്പം കഴിയുമായിരുന്നു. പക്ഷേ ചാണക്യൻ അതിന് നിന്നില്ല. എന്ത് വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിലും ഒരമ്മയുടെ ചോര തന്റെ കൈകളിൽ പുരണ്ടിട്ടുണ്ട് എന്ന കുറ്റബോധം ആദ്യമായി അദ്ദേഹത്തെ വേട്ടയാടി. യാതൊരു വിശദീകരണത്തിനും നിൽക്കാതെ താൻ തന്നെ പടുത്തുയർത്തിയ ആ വലിയ സാമ്രാജ്യത്തിന്റെ പടിയിറങ്ങി ചാണക്യൻ കാട്ടിലേക്ക് നടന്നു. അവിടെ ഒരു പർണശാല കെട്ടി അദ്ദേഹം ധ്യാനം തുടങ്ങി. അമ്മയെ അദ്ദേഹം കൊന്നതല്ല, വിഷം തീണ്ടി മരണമുറപ്പായ അമ്മയുടെ വയറ്റിൽ നിന്നും അങ്ങയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത അവസാനത്തെ ശ്രമമായിരുന്നു അത്. യഥാർത്ഥ സത്യം പഴയൊരു വേലക്കാരിയിൽ നിന്നും ബിന്ദുസാരൻ അറിയുന്നു. പശ്ചാത്താപത്താൽ നീറുന്ന മനസ്സുമായി കാവൽക്കാരുടെ അകമ്പടിയില്ലാതെ തന്റെ ഗുരുവിനെ തിരികെ വിളിക്കാൻ ആ ചക്രവർത്തി കുതിരപ്പുറത്ത് കയറി കാട്ടിലേക്ക് കുതിച്ചു. കുതിരക്കുളമ്പടികൾ ആ കാടിന്റെ നിശബ്ദതയെ ഇല്ലാതാക്കി. ദൂരെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. ആകാശത്താകെ ഒരു ചുവന്ന നിറം. ആ അസ്തമയ സൂര്യന്റെ ചുവപ്പ് കാട്ടിലേക്കും പടരുന്നത് പോലെ അവന് തോന്നി. സൂക്ഷിച്ചു നോക്കിയ ബിന്ദുസാരൻ ഞെട്ടി. തന്റെ ഗുരു ധ്യാനത്തിലിരുന്ന ആ പർണശാല കത്തിയെരിയുന്നത് ദൂരെ നിന്നേ അവൻ കണ്ടു. സുബന്ധു ചതിച്ചിരിക്കുന്നു. അയാൾ എനിക്ക് മുന്നേ എത്തി. കുതിരപ്പുറത്ത് കിതച്ചുകൊണ്ട് അവൻ അവിടെ എത്തുമ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരുന്നു. സുബന്ധുവിന്റെ കൊടിയ ചതിയിൽ ആ കുടിൽ കത്തിയമർന്നു. ബിന്ദുസാരൻ പതുക്കെ താഴെ ഇറങ്ങി. കത്തിയമരുന്ന ആ കുടിലിന്റെ മുന്നിൽ നിസ്സഹായനായി ബിന്ദുസാരൻ നിന്നു. ദേഹം മാത്രമാണ് നശ്വരം. എൻ്റെ ആത്മാവും ആശയങ്ങളും ഓരോ കാലത്തും പുനർജനിക്കും. ധർമ്മം സംരക്ഷിക്കപ്പെടും. ആചാര്യന്റെ വാക്കുകൾ ബിന്ദുസാരന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. സിഇഒ പറഞ്ഞു നിർത്തി. എല്ലാവരും ശ്വാസം അടക്കിപ്പിടിച്ച് കേൾക്കുകയായിരുന്നു. പെട്ടെന്ന് അതിലൊരാൾ ചോദിച്ചു, സർ, അപ്പോൾ ചാണക്യന്റെ തന്ത്രങ്ങൾ അവസാനിച്ചോ? അയാളുടെ ചോദ്യത്തിന് ഒരു പുഞ്ചിരിയായിരുന്നു സിഇഒയുടെ മറുപടി. ഒരു വലിയ ഗ്രന്ഥശാല. കൽത്തൂണുകൾക്ക് നടുവിലുള്ള ഒരു വലിയ ഗ്രന്ഥക്കെട്ടിന് മുന്നിൽ ഒരു കുട്ടി നിൽക്കുന്നു. അവൻ അന്വേഷിച്ച താളിയോലകൾ അതിൽ കണ്ട് അവന്റെ കണ്ണുകൾ വിടരുന്നു. ഓലകൾ കയ്യിലെടുത്ത അവൻ അതിലെ കുറിപ്പ് ആകാംക്ഷയോടെ വായിക്കുന്നു. സാമ്രാജ്യങ്ങൾ ജനിക്കുന്നത് ഒരാളുടെ ബുദ്ധിയിലാണ്. അത് വളരുന്നത് ജനങ്ങളുടെ സ്നേഹത്തിലാണ്. പക്ഷെ അത് മരിക്കുന്നത് രാജാവിന്റെ അഹങ്കാരത്തിലാണ്. യുദ്ധഭൂമിയിൽ പൊടിപടലങ്ങൾക്കും ശവശരീരങ്ങൾക്കും നടുവിൽ പാറി പറക്കുന്ന ഒരു കൊടി. അതിനു സമീപം വിജയത്തിലും സങ്കടം സ്ഫുരിക്കുന്ന കണ്ണുകളുമായി ഒരു രാജാവ് നിൽക്കുന്നു. അദ്ദേഹം തന്റെ വാള് നിലത്തു കുത്തി നിർത്തുന്നു. അസ്തമയ സൂര്യന്റെ കടും ചുവപ്പ് ആ രാജാവിന്റെ കണ്ണിൽ പ്രതിഫലിച്ചു. അത് മറ്റാരുമായിരുന്നില്ല, ആര്യാവർത്തത്തിലെ അജയ്യനായ ചക്രവർത്തി അശോകൻ.